ദുൽഖർ സൽമാൻ നായകനായി തിയേറ്ററിലെത്തിയ ലക്കി ഭാസ്കർ അത്ഭുതകരമായ കളക്ഷനുമായി മുന്നേറുകയാണ്. കേരളത്തിലടക്കം റെക്കോർഡ് കളക്ഷനാണ് ചിത്രം നേടിയിരിക്കുന്നത്. ദുൽഖറിൻ്റെ കേരള ബോക്സ് ഓഫീസിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയാണിത്. താരത്തിൻ്റെ അവസാനം ഇറങ്ങിയ കിങ് ഓഫ് കൊത്ത ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടിരുന്നു. കൊത്തയ്ക്ക് ശേഷം ദുൽഖർ മലയാള ചിത്രങ്ങൾ ചെയ്തിട്ടില്ല. എന്നാൽ ഡബ് ചെയ്ത ചിത്രത്തിലൂടെ കേരളത്തിൽ നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ് ദുൽഖർ. അമരൻ പോലൊരു ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ നേടുന്നതിനെ അതിജീവിച്ചാണ് ലക്കി ഭാസ്കർ മികച്ച കളക്ഷൻ നേടിയിരിക്കുന്നത്. രണ്ടാം ഞായറാഴ്ച ലക്കി ഭാസ്കർ ബോക്സ് ഓഫീസിൽ നിന്ന് 5.57 കോടിയാണ് കളക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഫിൽമി ബീറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ചിത്രത്തിൻ്റെ 11ാം ദിനം കൂടിയായിരുന്നു ഇത്. ഇന്ത്യയിൽ ഇതുവരെ 54.6 കോടിയാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. ആഗോളതലത്തിൽ ചിത്രം 80 കോടിയിലധികം നേടിയെന്നും റിപ്പോർട്ടുണ്ട്. ആദ്യ ദിനത്തിൽ 6.45 കോടിയാണ് ചിത്രത്തിന് ലഭിച്ചത്. കേരളത്തിലും ചിത്രം വൻ കുതിപ്പാണ് നടത്തുന്നത്. 16.5 കോടി ഇതുവരെ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം നേടി. ഞായറാഴ്ച കേരളത്തിൽ നിന്ന് 1.5 കോടിയാണ് വെങ്കി അഡ്ലൂരി സംവിധാനം ചെയ്ത ചിത്രം നേടിയിരിക്കുന്നത്. ഒരു മലയാള ചിത്രത്തിന് ലഭിക്കുന്ന കളക്ഷൻ തന്നെയാണിത്. അതേസമയം കേരളത്തിലെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് ദുൽഖറിനാണ് ഏറ്റവും നേട്ടമാവുക. വലിയ പ്രതിഫലവും ചിത്രത്തിൻ്റെ ലാഭവും ദുൽഖറിന് ലഭിക്കും. തെലുങ്കിലും ഹിന്ദിയിലും കണ്ടുവരുന്ന രീതിയിലാണ് ദുൽഖർ ഈ ചിത്രത്തിന് പ്രതിഫലം വാങ്ങുന്നത്. ദുൽഖറിന് മലയാളത്തിലെ ഏതൊരു താരത്തെക്കാളും ഉയർന്ന പ്രതിഫലമാണ് ലക്കി ഭാസ്കറിനായി ലഭിച്ചിരിക്കുന്നതെന്ന് greatanthra.com റിപ്പോർട്ട് ചെയ്യുന്നു. 15 കോടിയാണ് ദുൽഖറിന് ലഭിച്ചിരിക്കുന്ന പ്രതിഫലം. ഇക്കാര്യം നിർമ്മാണ കമ്പനി സ്ഥിരീകരിച്ചിട്ടില്ല. ദുൽഖറിൻ്റെ കരിയറിൽ ഇതുവരെ ലഭിച്ച ഏറ്റവും വലിയ പ്രതിഫലമാണിത്. പൃഥ്വിരാജിനോ മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ഇത്ര വലിയ പ്രതിഫലം ലഭിക്കാറില്ല. ഇതോടെ ദക്ഷിണേന്ത്യൻ സിനിമയിൽ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന മലയാള താരമായി ദുൽഖർ മാറിയിരിക്കുകയാണ്. മമ്മൂട്ടി 10 കോടിയും മോഹൻലാൽ 12 കോടിയുമാണ് അന്യഭാഷാ ചിത്രങ്ങൾക്കായി വാങ്ങുന്ന പ്രതിഫലം. അതേസമയം ലാഭവിഹിതവും ഇതോടൊപ്പം ദുൽഖറിന് ലഭിക്കുന്നുണ്ട്. മലയാളം ഡബ്ബിംഗ് വെർഷൻ്റെ ലാഭത്തിൽ 50% ദുൽഖറിന് ലഭിക്കുക. ചിത്രം പ്രതീക്ഷിച്ചതിലും കൂടുതൽ ബോക്സ് ഓഫീസ് നേട്ടം ഉണ്ടാക്കിയതോടെ ദുൽഖറിൻ്റെ ലാഭം ഇനിയും ഉയരും. സാധാരണ ഡീൽ വെച്ച് 3 മുതൽ 4 കോടി വരെ ദുൽഖറിന് ലാഭവിഹിതമായി ലഭിക്കും. ചിത്രം 25 കോടി വരെ നേടാൻ സാധ്യതയുള്ളതിനാൽ 10 കോടിയായും ലാഭവിഹിതം ഉയർന്നേക്കും. 19 കോടിയാണ് ശരാശരി ദുൽഖറിന് ലഭിക്കുക.